Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് ആരംഭിക്കാൻ പോവാണ്. സോ നമ്മൾ ഇന്നു മുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള BCom സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ പ്രോബ്ലം പേപ്പർ ആണ്. നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഹൈ സ്കോറിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം, ഇതൊക്കെ നമുക്ക് ഡെപ്തിൽ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് എല്ലാത്തിൻ്റെയും റെക്കോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. അതുമാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും അസൈൻമെൻറ്റും കോച്ചിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അധികം ടൈമിൽ കളയാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് സബ്ജക്റ്റ് വരുന്നത്, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം അതിൻ്റെ കണ്ടൻസ് നമുക്കൊന്ന് കാണാം. ഇതാണ് കണ്ടൻസ് വരുന്നത്. ഒരു 6 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് 2 ബ്ലോക്ക് വരുന്നത് മാത്തമാറ്റിക്സും ബാക്കി 4 ബ്ലോക്ക് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ മെജോറിറ്റി ഏരിയ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ദെൻ അത് മാത്രമല്ല, ഏറ്റവും എളുപ്പമുള്ളതും കംഫർട്ടബിൾ ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. ദെൻ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അതുകൊണ്ട് തന്നെ ആദ്യം സ്റ്റാറ്റി പഠിക്കുക, അതിനുശേഷം മാത്തമാറ്റിക്സ് ഏരിയയിലോട്ട് കടന്നാൽ മതി. ആദ്യത്തെ 2 മൊഡ്യൂൾ ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റി പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായിരിക്കും. ബിക്കോസ് 4 ബ്ലോക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്, കൂടുതൽ അതിലാണ് വരുന്നത്. ഹൈ സ്കോറിലോട്ട് പോകുന്നവർ അത് കഴിഞ്ഞതിന് ശേഷം ഏതിലോട്ട് കടക്കുക, മാത്തമാറ്റിക്സ് ആയിട്ടുള്ള ആദ്യത്തെ 2 ബ്ലോക്കിലോട്ട് കിടക്കുക. അതല്ലാണ്ട് നമ്മൾ ബുക്ക് കിട്ടി ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ആദ്യം ഈ പറയുന്ന മാത്തമാറ്റിക്സ് ഏരിയ പഠിക്കുന്നു, മെട്രിക്സും ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ സബ്ജക്റ്റ് വെറുത്തു പോകും. കാരണം എസ്പെഷ്യലി +2 കോമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾ, ഇവരൊക്കെയാണ് കൂടുതൽ ഈ പറയുന്ന BCom ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മാത്സ് ഏരിയ എന്ന് പറയുന്നത് തീരെ ടച്ച് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഓർഡറിലാണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പുക പോകുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. നേരെ കുറച്ച് സ്റ്റാറ്റി ഏരിയ എന്ന് പറയുന്നത് പിന്നെയും +2 കോമേഴ്സുകാർക്കാണെങ്കിലും ഹ്യൂമാനിറ്റീസുകാർക്കാണെങ്കിലും കുറച്ച് ടച്ച് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റി ഏരിയ ബ്ലോക്ക് നമ്പർ 3 മുതൽ അത് നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നതെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനോടൊരു താല്പര്യം വരും. അപ്പോൾ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ ഇതിൽ കാണാം ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അതിൽ ഇൻട്രസ്റ്റ്, ടൈം വാല്യൂ, റേഷ്യോ, പ്രൊപ്പോർഷൻ ആണ്, പിന്നെ മെട്രിക്സ് ആണ്. സ്റ്റാറ്റിയുടെ ഏരിയയിലോട്ട് വരുമ്പോൾ ബ്ലോക്ക് നമ്പർ 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയം, മോഡ്. അതിലും നമ്മൾ വലിച്ചു വാരി പഠിക്കരുത്. മെയിനായിട്ട് മീനിൽ തന്നെ സിമ്പിൾ മീൻ, അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടോ. പിന്നെ ഈ പറയുന്ന മീഡിയൻ മോഡ്, ഈ 3 ടോപ്പിക്സിലോട്ടാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, SA കമ്പൽസറി ആയിട്ട് വരുന്നു. ഇൻഡെക്സ് നമ്പർ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻഡെക്സ് നമ്പറിലാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ടൈപ്പ് ഇൻഡെക്സ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കണ്ടേ. അപ്പോൾ ഇതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം, ഓരോ ചാപ്റ്റർ വൈസ് എന്താണ് നിങ്ങൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോഴുള്ള ഓർഡർ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സെൻട്രൽ ടെൻഡൻസി പഠിക്കുക, ബ്ലോക്ക് നമ്പർ 3. അതിനുശേഷം ഡിസ്പേർഷൻ നോക്കാം, പിന്നെ കോറിലേഷൻ, റിഗ്രഷൻ, ദെൻ ഇൻഡെക്സ് നമ്പറിലോട്ട് പോവുക. ഫൈനലി ബ്ലോക്ക് നമ്പർ 1ഉം 2ഉം പഠിക്കുക. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് എളുപ്പമുള്ളതാണ്.
കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ടോപ്പിക്കുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളതിൻ്റെ അത്രയ്ക്ക് നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് തിയറിയും വരാം. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? അപ്പോൾ അത് തിയറിയിലും പഠിച്ചു വയ്ക്കുക എന്താന്നുള്ളത്. 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി. പിന്നെ നെക്സ്റ്റ് ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലമാണ് 2 മാർക്കിന് ചോദിക്കാം. വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും പ്രോബ്ലംസ് 2 മാർക്സിനോ 1 മാർക്കിനോ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ തിയറി നോക്കി വയ്ക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലവും നിങ്ങൾ ചെയ്ത് നോക്കുക. 1 മാർക്ക് 2 മാർക്സിനാണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ വേണമെങ്കിൽ 5 മാർക്കിൻ്റെയിലേക്ക് വിടാം. കൂടുതൽ 2 and 1 മാർക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു ഏരിയ ആണ്. അതിൽ 5 മാർക്കിൻ്റെയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ഒക്കെയാണ് 5 മാർക്കിൻ്റെയിലേക്ക് വരാൻ സാധ്യത വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഇഫക്റ്റീവ് ഈൽഡ് എന്താണ്, തിയറിയിൽ ഒന്ന് നോക്കി വയ്ക്കുക. 1 മാർക്കിൻ്റെയിൽ ചോദിക്കാം എന്താണ് ഇഫക്റ്റീവ് ഈൽഡ്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് തിയറി വരുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, ഇഫക്റ്റീവ് ഈൽഡ് എന്താണ്, ഇത് 3ഉം തിയറി 1 മാർക്കിനും 2 മാർക്കിനേക്കും ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പഠിക്കാം. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷനും നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 മാർക്കിലേക്ക് ആവണമെങ്കിൽ ഹാഫ് ഇയർലി ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നുണ്ടെങ്കിൽ വരാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. ടൈം വാല്യൂ എന്താണ്? അപ്പോൾ ഇതിൽ പ്രസൻറ്റ് വാല്യൂ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൽ നിർബന്ധമായും പഠിക്കണം. പിന്നെ പ്രോബ്ലത്തിൽ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പ്രോബ്ലം നമ്മൾ. അതുപോലെ തന്നെ പ്രസന്റ് വാല്യൂന്റെ കൂടെ തന്നെ ഫ്യൂച്ചർ വാല്യൂ എന്താണ്, 2 മാർക്കിലെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രസന്റ് വാല്യൂ എന്താണെന്നുള്ളതും പ്രതീക്ഷിക്കുന്നുണ്ട് ചോദ്യം, അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ എന്താണെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഐദർ 2 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സ്. ഓക്കെ, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും വരുന്നുണ്ട്, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, പിന്നെ ആന്വിറ്റി തിയറിയിൽ റിപ്പീറ്റ് ആണ്, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്സിന് ചോദിക്കും. പെർപെച്യൂറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ആന്വിറ്റി റിപ്പീറ്റ് ചോദ്യമാണ്, പെർപെച്യൂറ്റിയും നോക്കാം കേട്ടോ. 1 മാർക്കിൻ്റെയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് മെയിനായിട്ട്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചോദ്യം. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിലുള്ള ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് ഇവിടെ വരുന്നുണ്ട്, ഡിപ്രീസിയേഷനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അതുപോലെ തന്നെ എന്താണ് പറയുക, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ജസ്റ്റ് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. പിന്നെ ഡിപ്രീസിയേഷൻ എന്താണെന്നുള്ളത് ചോദിച്ചാൽ 1 മാർക്കിന് 2 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ടുള്ളതും പഠിക്കുക. അമോർട്ടൈസേഷൻ എന്താണ് തിയറിയിൽ നോക്കി വയ്ക്കുക കേട്ടോ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ തന്നിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. ചിലപ്പോൾ എന്തെങ്കിലും വന്നാലായി കേട്ടോ പ്രോബ്ലം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഡിപ്രീസിയേഷൻ്റെ ഏരിയ. ഇനി യൂണിറ്റ് നമ്പർ 3 ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും കൊടുക്കേണ്ട ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. 1 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങളൊക്കെയാണ് കൂടുതൽ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി റേഷ്യൂസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ആണ് നെക്സ്റ്റ്. സോ അതിൽ നമുക്ക് റേഷ്യൂസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. സിമ്പിൾ യൂസസ് ഓഫ് റേഷ്യൂസ്, സിമ്പിൾ, കോമ്പൗണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയണ പോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് ലാസ്റ്റ് പഠിച്ചാൽ മതി കേട്ടോ. ടൈം അധികം കളയരുത് ഈ പറയുന്ന റേഷ്യോയ്ക്കും പ്രൊപ്പോർഷനും ഒക്കെ, കാരണം നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ പ്രോബ്ലം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരെണ്ണം. പിന്നെ തിയറി ഞാൻ ബേസിക്കലി നോക്കാൻ പറഞ്ഞത് നോക്കി വയ്ക്കുക. ഓക്കെ, ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ നോക്കിയാൽ മതി, കാരണം നമുക്ക് എളുപ്പമുള്ള ഏരിയാസ് ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക, അതിൽ നിന്ന് ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 ആദ്യത്തെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് പഠിച്ചതിന് ശേഷം ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണ് അവസാനം തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഇനി മെട്രിക്സ് ആണ് ഉള്ളതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഏരിയ ആണ് മെട്രിക്സ്. ബട്ട് ഇതിൻ്റെ 1 മാർക്കിലെയും 2 മാർക്കിൻ്റെയും നമുക്ക് ഇതിൻ്റെ തിയറി പ്രതീക്ഷിക്കാം. എന്താണ് മെട്രിക്സ് നോക്കി വയ്ക്കുക. പലതരത്തിലുള്ള മെട്രിക്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് മെട്രിക്സ്. അത് തിയറിക്ക് നോക്കണം. കോളം മെട്രിക്സ് എന്താണ്, റോ മെട്രിക്സ്,
റെക്ടാങ്കുലർ. അപ്പൊ തിയറിക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ വരും. ഡയഗണൽ മെട്രിക്സ് എന്താണ്, സീറോ മെട്രിക്സ് എന്താണ്, ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 2 സെന്റൻസ് എഴുതി വെച്ചാൽ മതി, അങ്ങനത്തെ ചോദ്യം വരും. ഓക്കെ, എല്ലാ മെട്രിക്സും എന്താണെന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ നമുക്ക് മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. പ്രോബ്ലംസ് ആണ് അതിൽ നോക്കണ്ട. മെട്രിക്സിൽ നിന്ന് എപ്പോഴും 4 എസ്സേയിൽ ഒരു എസ്സേ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മെട്രിക്സിൽ നിന്ന് കേട്ടോ. അത്യാവശ്യം നമുക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ടൈം ഉണ്ട് അറിയാമെങ്കിൽ സ്പെൻഡ് ചെയ്യുക. കാരണം എസ്സേ 2 കിട്ടാൻ നമുക്ക് വേറെ സ്റ്റാറ്റിയുടെ ഏരിയയിലുണ്ട്. അപ്പം മെട്രിക്സ് കുറച്ചൊരു ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. മെട്രിക്സിൽ നിന്ന് ഒരു എസ്സേ ഉണ്ടായിരിക്കും. പല തരത്തിലുള്ള മെട്രിക്സിൽ ഏതെങ്കിലും 1, 2, 2 മാർക്കിന്റെയിലും അതുപോലെ തന്നെ 1 മാർക്കിന്റെയിലും ഉണ്ടായിരിക്കും. 5 മാർക്കിന്റെയിലും ഒരു മെട്രിക്സിൽ നിന്നൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. മെട്രിക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കേണ്ടി വരും. അപ്പൊ ഇതാണ് മാത്തമാറ്റിക്സ് ഏരിയ. മാത്തമാറ്റിക്സ് ഏരിയയിൽ ആദ്യത്തെ 2 ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ ആദ്യത്തെ 2 ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്. അത് 2 മാർക്കും 1 മാർക്ക് ചോദ്യങ്ങളാണ് വരിക. ഡിപ്രീസിയേഷനിൽ നിന്നാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വരും. പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് പറഞ്ഞ റേഷ്യോ, അതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രോബ്ലംസ് ലാസ്റ്റ് നോക്കിയാൽ മതി. മെട്രിക്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞു അതിന്റെ ബേസിക് തിയറി നോക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ ലാസ്റ്റ് നോക്കി വെക്കുക. പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗോ അഹെഡ്. അതല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റാറ്റ് ഏരിയ ഉണ്ടെന്ന് ഞാൻ പറയണു. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് ഇനിയുള്ള ഏരിയാസിൽ നിന്നാണ്. ആവറേജ് എന്താണ്, മാർക്കിന്റെ തിയറി നോക്കി വയ്ക്കുക, അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കണം, ലിമിറ്റേഷൻസ് തിയറിക്ക് നോക്കി വയ്ക്കുക, 2 മാർക്ക് 5 മാർക്ക്. പിന്നെയാണ് നമുക്ക് ഇതിന്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കേണ്ടത്. അതിൽ ആദ്യത്തെ വരുന്നത് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമായും തിയറി നോക്കണം, പ്രോബ്ലം നോക്കണം. അതിൽ അരിത്തമെറ്റിക് മീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 2 മാർക്കിന് എന്താണ് മീൻ എന്നുള്ളത് ചോദിക്കും, അരിത്തമെറ്റിക് മീൻ എന്താണെന്നുള്ളത് ചോദിക്കും, അതിന്റെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ് ഒക്കെ ഉണ്ട്. അതിൽ ഏത് മെത്തേഡിൽ ചെയ്താലും ആൻസർ സെയിം ആണ്. നിങ്ങൾക്ക് എല്ലാ മെത്തേഡും പഠിച്ചു വയ്ക്കാന്ന് മാത്രം കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നൽകുന്നത് അതനുസരിച്ചിരിക്കും. അത് എന്താണ് ഇൻഡിവിജ്വൽ സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ, 3 സീരീസിലുള്ളത് നമ്മൾ ചെയ്ത് പഠിക്കണം കേട്ടോ. എസ്സേക്ക് മീൻ മീഡിയം മോഡ് 3 കൂടിയിട്ടുള്ള ഒരു എസ്സേ വരാം, 5 മാർക്കിൻ്റെ വരാം, 2 മാർക്കിൻ്റെ വരാം. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൽ മീൻ, അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉണ്ട്. മീൻ നോക്കിയതിന് ശേഷം പിന്നെ ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാമെന്ന് മാത്രം. വേണമെങ്കിൽ തിയറിയിൽ നോക്കി വെച്ചു എന്താണെന്നുള്ളത്. അതല്ലാണ്ട് എന്താണ് അരിത്തമെറ്റിക് മീനിൻ്റെ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇതിനെ കൊടുക്കരുത്. ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഹാർമോണിക് മീനും ജിയോമെട്രിക് മീനും ഒക്കെ എന്താണെന്ന് നോക്കി വെച്ചാൽ മതി. മെയിനായിട്ട് നമ്മൾ അരിത്തമെറ്റിക് മീനാണ് ഇതിൽ നോക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മീഡിയൻ ആണ്, പൊസിഷണൽ ആവറേജ്. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ് 3 കൂടിയിട്ട് ചോദിക്കാറുണ്ട്. 5 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഉള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു അരിത്തമെറ്റിക് മീൻ എന്താണ്, അതിൻ്റെ ബേസിക് തിയറിയും പ്രോബ്ലംസും ഒക്കെ. പിന്നെയാണ് ഈ പറയുന്ന പൊസിഷണൽ ആവറേജ് ആയിട്ടുള്ള മീഡിയനിലോട്ട് കിടക്കാനുള്ളത്. അപ്പോൾ എന്താണ് മീഡിയൻ എന്നുള്ളത് നോക്കണം. പിന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെയും ചോദിക്കാം, അതുപോലെ തന്നെ 2 മാർക്ക് 1 മാർക്കിൻ്റെയും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഡിസ്ക്രീറ്റ് സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, കണ്ടിന്യൂസ് സീരീസിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ 5 മാർക്കിൻ്റെ എന്തായാലും ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എസ്സേക്ക് ഞാൻ പറഞ്ഞു 3 കൂടിയിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, പ്രോബ്ലംസ് ഇതിൻ്റെ ഒക്കെ നോക്കി വയ്ക്കാം. മീഡിയൻ്റെ കേട്ടോ. സോ മീഡിയൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന മോഡാണ്. എന്താണ് മോഡ് എന്നുള്ളത് നോക്കാം. പിന്നെ അതിൻ്റെ പ്രോബ്ലംസിലോട്ടാണ് പിന്നെ കിടക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള ഇൻഡിവിജ്വൽ സീരീസിലുള്ളത് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. പിന്നെ രണ്ടാമത് വരുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിനായിട്ട് കൂടുതൽ മോഡിൽ ആദ്യത്തെ 2 സീരീസ് ഇൻഡിവിജ്വലും കണ്ടിന്യൂസ് സീരീസ് ആണ് മെയിനായിട്ട് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ മീൻ, മീഡിയൻ, മോഡിൻ്റെ പ്രോബ്ലംസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. 2 മാർക്കിൻ്റെ ഉള്ള തിയറിക്ക് മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണെന്നുള്ള സെപ്പറേറ്റ് തിയറി ചോദിക്കാറുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് ആ ഒരു ചാപ്റ്ററിനെ പറ്റി പറയാനുള്ള 4 എസ്സേയിൽ ഒരു എസ്സേ അടക്കം ഇടാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അരിത്തമെറ്റിക് മീനിൻ്റെ. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് നോക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മെത്തേഡ്സ് ഓഫ് ഡിസ്പേർഷനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും റേഞ്ച്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡിവിയേഷൻ, മീൻ ഡിവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. സോ ഇതിൽ നിന്ന് നിർബന്ധമായും ഓരോന്ന് എന്താന്നുള്ളതിന്റെ തിയറി വരും. 1 മാർക്ക് 2 മാർക്ക് ഒരു എസ്സേയും ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വേണമെങ്കിൽ. അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെയിലുള്ള പ്രോബ്ലം ഷുവറായിട്ട് ഈ പറയുന്ന ക്വാർട്ടൈൽ ഡിവിയേഷൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തിയറി എന്താണെന്നുള്ളത് മിനിമം ഓരോന്നിൻ്റെയും നോക്കുക. അതുപോലെ തന്നെ പ്രോബ്ലത്തിൽ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ, ക്വാർട്ടൈൽ ഡിവിയേഷൻ ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റിപ്പീറ്റ് അല്ല, മെയിനായിട്ട് ഇനി നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ പ്രോബ്ലംസ് ടോപ്പിക്കുകളിലൂടെ കിടക്കണം. അധികം റേഞ്ചാണ്. എന്താണ് റേഞ്ച്? 2 മാർക്കിൻ്റെ വരാറുണ്ട്. പ്രോബ്ലം നോക്കി വയ്ക്കുക, 2 മാർക്കിൻ്റെ വരാം. പിന്നെ ക്വാർട്ടൈൽ ഡിവിയേഷൻ്റെ കൺസെപ്റ്റ് അതും നോക്കണം. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ എളുപ്പമാണ്. പിന്നെ മീൻ ഡിവിയേഷൻ ആണ്. അപ്പോൾ ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കുക. അതിനുശേഷം ഓരോന്ന് എന്താണെന്ന് 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ നോക്കുക. 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം നേരത്തെ പറഞ്ഞ ഇപ്പോൾ ക്വാർട്ടൈൽ ഡിവിയേഷനോ മീൻ ഡിവിയേഷനോ അതിനൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്താണ് 2 മാർക്കിലേക്ക് അതിൻ്റെ തിയറിയും പ്രോബ്ലം നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഏരിയ. ഇനി നെക്സ്റ്റ് വരുന്നത് ഞാൻ പറയാറുണ്ട് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം എസ്സേക്ക് കമ്പൽസറി ആണ്. എല്ലാ പേപ്പറിലും ഉണ്ടാവും. ഒന്നുകിൽ കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ, ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ കോറിലേഷൻ എന്താണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ തിയറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ടൈപ്സ് ഓഫ് കോറിലേഷൻ, ഒന്നുകിൽ ഇത് 5 മാർക്കിൻ്റെ തിയറി ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്താണ് കോറിലേഷനിൽ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ, സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിയറി നോക്കി വയ്ക്കുക. വലിച്ചു വാരി പഠിക്കരുത്. 1 മാർക്കിന് 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഭാഗത്തിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, കോറിലേഷൻ്റെ പിന്നെ അതിൻ്റെ പ്രോബ്ലംസിലോട്ടാണ് കിടക്കേണ്ടത്. സോ പ്രോബ്ലത്തിലോട്ട് കിടക്കുമ്പോൾ കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ടെങ്കിലും ഡിറക്റ്റ് ആയിട്ടുള്ള കാൾ പിയേഴ്സൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് അത് അപ്ലൈ ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാൾ പിയേഴ്സൻ്റെ കോഷ്യന്റ് ഓഫ് കോറിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെന്താണ് നെക്സ്റ്റ് ഉള്ളത്? കോറിലേഷൻ്റെ ബേസിക് ചോദ്യം കഴിഞ്ഞു. അതുപോലെ നെക്സ്റ്റ് വരുന്നത് റാങ്ക് കോറിലേഷൻ ആണ്. അഗെയിൻ 5 മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് റാങ്ക് കോറിലേഷൻ. എന്താണ് റാങ്ക് കോറിലേഷൻ എന്നുള്ളതും ബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. ഇനി നെക്സ്റ്റ് വരുന്നത് റിഗ്രഷൻ ആണ്. കോറിലേഷൻ എന്നല്ല എസ്സേ ഇട്ടുള്ളതെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് റിഗ്രഷൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് എസ്സേ ഉണ്ടായിരിക്കും. പിന്നെ കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് 2 മാർക്സിൽ വരും. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം കോറിലേഷനും റിഗ്രഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഇനി മെഷേഴ്സ് ഓഫ് റിഗ്രഷൻ ആണ്. റിഗ്രഷനിൽ അഗെയിൻ ഇക്വേഷൻ പഠിക്കുക, അപ്ലൈ ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ y on x-ഉം x on y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് നോക്കി വയ്ക്കുക. പിന്നെ കോറിലേഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം അതും നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഫൈനലി ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ ആണ്. സോ ഇൻഡെക്സ് നമ്പറിൽ ഒരുപാട് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക 2 മാർക്കിൻ്റെ തിയറിയിൽ. അതിനുശേഷം പ്രോബ്ലംസിലോട്ടാണ് മെയിനായിട്ട് നമ്മൾ കിടക്കേണ്ടത്. എസ്സേക്ക് ഏതെങ്കിലും ഒരു ഇൻഡെക്സ് നമ്പർ പ്രോബ്ലം ഉണ്ടായിരിക്കും. പിന്നെ 2 മാർക്കിനും 5 മാർക്കിനും ഓരോ പ്രോബ്ലംസ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇതാണ് മെയിനായിട്ടുള്ള സംഭവം. ടൈപ്സ് ഓഫ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്: ലാസ്പിയേഴ്സ്, പാഷെ, ഫിഷർ, മാർഷൽ, കെല്ലി. ഇതാണ് എസ്സേക്ക് മിക്കതും വരാറ്. അപ്പോൾ ഇവരുടെ 5 പേരുടെയും ഇക്വേഷൻ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ
നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അപ്പോൾ അതാണ് പഠിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഈ പറഞ്ഞതാണ്. പിന്നെ ക്വാണ്ടിറ്റി വാല്യൂ ഒക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് അതാണ് നോക്കണ്ടേ. ഇൻഡെക്സ് നമ്പറിൽ ആ ഇക്വേഷൻ നോക്കി പിയേഴ്സ് പാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ഇനി ഒന്ന് സമ്മപ്പ് ചെയ്ത് കാര്യങ്ങൾ ഒന്ന് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ഫസ്റ്റ് സെൻട്രൽ ടെൻഡൻസിയുടെ കാര്യം പറഞ്ഞു, സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ്. സോ അതിൽ ആവറേജ് മീനാണ് ആദ്യം. അതിൽ അരിത്തമെറ്റിക് മീൻ നോക്കുക. എല്ലാത്തിലും എന്താണ് മീൻ, അരിത്തമെറ്റിക് മീൻ എന്താണ്, ജിയോമെട്രിക് മീനും ഹാർമോണിക് മീനും എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഇൻഡിവിജ്വൽ സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ നോക്കാം. അതിനുശേഷം മീഡിയൻ ഉണ്ട്, അതിൻ്റെയിലും നമ്മൾ ഈ പ്രോബ്ലംസ് നോക്കണം, തിയറി എന്താണെന്ന് നോക്കിയിരിക്കണം. ദെൻ മോഡും ഉണ്ട്. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ് മൂന്നും കൂടിയിട്ടുള്ള ഒരു പ്രോബ്ലം വരാം. അതല്ലാണ്ട് അതിൻ്റെ തിയറി മൂന്നിലും എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതും എഴുതാൻ പറ്റണം. ഇപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. അതിൽ റേഞ്ച്, അതുപോലെ തന്നെ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ തിയറിയും. ദെൻ പ്രോബ്ലത്തിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റേഞ്ചൊക്കെ എന്താണെന്നുള്ള തിയറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതൽ. പിന്നെ കോറിലേഷൻ, റിഗ്രഷൻ. കോറിലേഷനിൽ നിന്ന് എസ് എ കാൾപിയേഴ്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിഗ്രഷനിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമാണ് എസ് ഐക്ക് വരാറ്. റാങ്ക് കോറിലേഷൻ 5 മാർക്കിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നു. റിഗ്രഷനിൽ തന്നെ കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും നൽകിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള y1x x1y കണ്ടുപിടിക്കാനുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഡെക്സ് നമ്പറിൽ ഞാൻ പറഞ്ഞു എന്താണ് ഇൻഡെക്സ് നമ്പർ എന്നും, പിന്നെ മെയിനായിട്ട് ആ 5 പേരുടെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൻ്റെ കാര്യം നോക്കുക. 2 മാർക്കിൻ്റെ ഇൻഡെക്സ് നമ്പറിൻ്റെ സിമ്പിൾ ചോദ്യവും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എസ് എ 4 എണ്ണം ഇടാൻ സാധ്യത. കോറിലേഷൻ, റിഗ്രഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു എസ്, ഒന്നുകിൽ കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആദ്യത്തെ മാത്തമാറ്റിക്സ് ഏരിയയിൽ മെട്രിക്സിൽ നിന്ന് ഒരു എസ് പ്രതീക്ഷിക്കാം, പ്രോബ്ലം. പിന്നെ ഇൻഡെക്സ് നമ്പറാണ് ഓപ്ഷനുള്ള, ഇൻഡെക്സ് നമ്പറോ അല്ലെങ്കിൽ ഡിസ്പേർഷനോ ഇടാം മൂന്നാമത്. പിന്നെ ഒരു തിയറി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ സെൻട്രൽ ടെൻഡൻസിയുടെ തിയറി ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ഒരു തിയറി ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ തിയറി ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 1 മാർക്കിനേലും ഉണ്ടാവും, 2 മാർക്കിനേലേക്ക് ഉണ്ടായിരിക്കും കൂടുതൽ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററിലും ഞാൻ എന്താണെന്ന് പറഞ്ഞ കാര്യങ്ങൾ. അതിപ്പോൾ ആവറേജ് പഠിക്കണ സമയത്ത് മീൻ, മീഡിയം അല്ലേ, മീൻ എന്താണ്, അതിൽ പലതരത്തിലുള്ള ആവറേജ്, പിന്നെ മീഡിയൻ്റെ കാര്യം തിയറി, മോഡിൻ്റെ കാര്യം തിയറി നോക്കുക. ഡിസ്പേർഷനിലാണെങ്കിലും അപ്പോൾ ഇതൊക്കെ 1 മാർക്കിന് 2 മാർക്കിനേലേക്ക് ചോദ്യങ്ങൾക്കൊക്കെ നോക്കി വയ്ക്കുക. കോറിലേഷനിലാണെങ്കിലും ഒക്കെ ഡയറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ 5 മാർക്കിനേൽ വരുമ്പോഴാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ തിയറി പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, പിന്നെ പ്രോബ്ലംസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക. ഒരു കാരണവശാലും മോഡലിൽ പഠിക്കരുത്. ഞാൻ പറഞ്ഞു സ്റ്റാറ്റി പഠിച്ചതിന് ശേഷം നേരെ എവിടേക്ക് പോയാൽ മതി, ആദ്യത്തെ മാത്തമാറ്റിക്സ് ഏരിയയിലോട്ട് പോയാൽ മതി. സ്റ്റാറ്റിയിൽ നമുക്ക് മിക്കതും നല്ല സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നും പഠിച്ച് ചെയ്യാത്ത കുട്ടികൾ മിനിമം സ്റ്റാറ്റി 4 ബ്ലോക്കുകൾ പഠിച്ച് അവസാനിപ്പിക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് 2 എസ് കിട്ടും, 1 മാർക്ക് 2 മാർക്സ് 5 മാർക്കൊക്കെ ഒരുപാട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. പിന്നെ ഇനി 1 മാർക്കിൽ, അതുപോലെ തന്നെ 2 and 1 മാർക്ക് 5 മാർക്സ്, അതുപോലെ 10 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ, പിന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.